അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം വലിയ രീതിയിലുള്ള താരിഫ് യുദ്ധം നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലുള്ള സകല രാജ്യങ്ങൾക്കും ഡൊണാൾഡ് ട്രംപ് താരിഫ് കൂടുതൽ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ചൈനയ്ക്ക് 145% താരിഫ് ഏർപ്പെടുത്തിയെങ്കിലും ബാക്കിയുള്ള രാജ്യങ്ങളുടെ താരിഫ് ട്രംപ് ഏർപ്പെടുത്തിയത് 90 ദിവസത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ജർമ്മനി ഒരു കടുങ്കൈക്ക് ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്താണ് കടുങ്കൈ എന്നുള്ളതല്ലേ? ട്രംപിനെ ഇനി ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് ജർമ്മനി പറയുന്നു. പോരാത്തതിന് ന്യൂയോർക്കിലെ നിലവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന തങ്ങളുടെ രാജ്യത്തെ സ്വർണം തിരിച്ചു പിടിക്കാൻ ജർമ്മനി നീക്കം നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്താണ് ഈ സ്വർണ്ണശേഖരം? ഇതെന്തിനാണ് ജർമ്മനി അമേരിക്കയ്ക്ക് കൊടുത്തത്? മറ്റു രാജ്യങ്ങളുടെ സ്വർണ്ണശേഖരം അവിടെയുണ്ടോ? ഇത് തിരിച്ചു പിടിക്കുന്നതിലൂടെ ജർമ്മനി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. എന്തായാലും അധികാരത്തിൽ വന്നതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് കളിക്കുന്ന രാഷ്ട്രീയ കളികൾ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ്. റഷ്യ പോലുള്ള ഒരു പഴയ ശത്രുവുമായി സമാധാനത്തിൽ ഇവർ ഏർപ്പെടുന്നു. യൂറോപ്യൻ യൂണിയന്റെ വിശ്വസ്ത സഖ്യകക്ഷികൾക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് റഷ്യ അമേരിക്കയുടെ ശത്രുവാണ്, അവരോടൊപ്പം സമാധാനത്തിൽ ഏർപ്പെടുന്നു. എന്നാൽ യൂറോപ്യൻ യൂണിയൻ പോലുള്ള അമേരിക്കയുടെ വിശ്വസ്തരായിട്ടുള്ള സഖ്യകക്ഷികളുണ്ട്, അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടാനും ട്രംപ് തയ്യാറാകുന്നു എന്നുള്ളതാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ട്രംപിന്റെ അമേരിക്കയെ ഇനി വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ നയതന്ത്ര അന്തരീക്ഷങ്ങൾ വളർന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ന്യൂയോർക്കിലെ സ്വർണ്ണ നിലവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം ഇപ്പോൾ തിരിച്ചു പിടിക്കാനൊരുങ്ങുകയാണ് ജർമ്മനി. അമേരിക്കയിൽ സംഭരിച്ചിരിക്കുന്ന സ്വർണ്ണ ശേഖരം എന്താണത്, എങ്ങനെയുള്ളതാണത് എന്നുള്ള ചോദ്യമുണ്ട്. എന്തായാലും അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഒരു നിലവറയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 2024 കണക്ക് പ്രകാരം 5,07,000 സ്വർണ്ണ കട്ടികളുടെ രൂപത്തിൽ 6,331 മെട്രിക് ടൺ സ്വർണ്ണമാണ് അമേരിക്കയിലെ ന്യൂയോർക്കിലെ നിലവറയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ജർമ്മനി അവരുടെ സ്വർണം തിരിച്ചു ചോദിക്കുന്നത് എന്നുള്ളതല്ലേ? അമേരിക്കയുടെ വിദേശ നയങ്ങൾ മൂലം ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട അനിശ്ചിതത്വവും താരിഫുകളുടെ ഭീകരതയാൽ ഓഹരി വിപണികൾ തകർന്നടിയുന്നതും കണക്കിലെടുക്കുമ്പോൾ വരുന്ന വർഷത്തിൽ അല്ലെങ്കിൽ വരുന്ന നാളുകളിൽ വലിയ ഒരു സാമ്പത്തിക മാന്ദ്യം ഇപ്പോൾ ജർമ്മനി മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന കാലഘട്ടം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. റഷ്യയുമായി സാഹോദര്യ ബന്ധത്തിലുള്ള ട്രംപ് യൂറോപ്പിലെ പല സഖ്യകക്ഷികളെയും ഭീഷണിപ്പെടുത്താനും തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയെ നാറ്റോയിൽ നിന്ന് വേർപ്പെടുത്തുന്നതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതായത് ജർമ്മനി ഏത് വിഷയത്തിലും ട്രംപിന്റെ മനോഭാവം എപ്പോൾ വേണമെങ്കിലും മാറുന്നതിനാൽ ജർമ്മനി അമേരിക്കയെ പഴയതുപോലെ വിശ്വസിക്കുന്നില്ല. നാളെ അമേരിക്ക അവരുടെ സ്വർണം തിരികെ നൽകാൻ വിസമ്മതിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ജർമ്മൻ നേതാക്കൾ ഭയപ്പെടുന്നു. അതായത് ജർമ്മനിയുടെ സ്വർണം അമേരിക്ക തിരിച്ചു തരില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. ലോകം ഒരു മാന്ദ്യത്തിലേക്ക് വീഴുന്നതിനും അപകട സാധ്യതകൾ വർദ്ധിക്കുന്നതിന് മുമ്പ് ജർമ്മനി തങ്ങളുടെ സ്വർണം തിരിച്ചെടുക്കാൻ നോക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങൾ അവരുടെ സ്വർണം അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ജർമ്മനി മാത്രമല്ല കൈമാറിയിരിക്കുന്നത്, ഇന്ത്യയുടെ സ്വർണം അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി എന്തിനാണ് ഈ സ്വർണം ലോകരാജ്യങ്ങൾ അവർക്ക് കൈമാറുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരവുമുണ്ട്. അതായത് ലോകരാജ്യങ്ങൾക്കിടയിൽ ദിവസവും കോടിക്കണക്കിന് ഡോളറിന്റെ വ്യാപാരമാണ് നടക്കുന്നത്. ആ ഡോളറിന്റെ വ്യാപാരം, ബിസിനസ് അതൊക്കെ വളരെ ശക്തമാണ്. കറൻസി നോട്ടുകളുടെ കുന്നുകൾ തകർക്കേണ്ടി വരും. ഇത്രയും നോട്ടുകൾ അച്ചടിക്കുന്നതിനുള്ള ചെലവൊഴിവാക്കാൻ സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി സ്വർണ്ണക്കട്ടികൾ മാറ്റി നൽകുന്നതിനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് സ്വർണ്ണക്കട്ടികൾ അയക്കുന്നത് ചെലവേറിയതാണ്, മോഷണം പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനാൽ അത്തരമൊരു സ്ഥലം ലഭ്യമാണെങ്കിൽ വ്യാപാര വിനിമയം എളുപ്പമാകും. ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിൽ ഓരോ രാജ്യത്തിനും പ്രത്യേക ലോക്കറുകളുണ്ട്. ആ ലോക്കറുകളിൽ ഓരോ രാജ്യത്തിന്റെയും സ്വർണ്ണക്കട്ടികൾ സൂക്ഷിച്ചിരിക്കുന്നു. അതിന്റെ രേഖ കടലാസിൽ രേഖപ്പെടുത്തുന്നു ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും സുരക്ഷിതവും എളുപ്പവുമായതിനാൽ ഈ സംവിധാനം എല്ലാവർക്കും സൗകര്യപ്രദമായി മാറുന്നു എന്ന് നമ്മൾ പ്രധാനമായും ആലോചിക്കേണ്ടതാണ്. എന്തായാലും അമേരിക്കയുടെ ആഗോള വ്യാപാര രംഗത്ത് അമേരിക്കയുടെ പ്രശസ്തി നേടിയതിനാൽ മറ്റ് രാജ്യങ്ങൾ അമേരിക്ക സ്വർണം സൂക്ഷിക്കുന്നതിൽ സുരക്ഷിതരാണെന്ന് കരുതുന്നു. അമേരിക്ക മാത്രമാണ് തങ്ങളുടെ സ്വർണം സൂക്ഷിക്കാൻ സുരക്ഷിതരാണെന്ന് കരുതുന്നത്. എന്തായാലും അമേരിക്കയും ലോക്കറുകളിൽ സ്വർണം സൂക്ഷിക്കാൻ തുടങ്ങിയത് 2ാം ലോക മഹായുദ്ധകാലം തൊട്ടാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ തകർന്നു. ജയിച്ചെങ്കിലും റഷ്യക്ക് വലിയ സാമ്പത്തിക ആഘാതം നേരിടേണ്ടി വന്നു. യുദ്ധം ഏറ്റവും കുറവ് ബാധിച്ച ഒരേ ഒരു സമ്പന്ന രാജ്യം അമേരിക്കയായിരുന്നു. അങ്ങനെയാണ് അമേരിക്ക ഈ ലോക രാജ്യങ്ങളുടെ എല്ലാം വിശ്വാസം പിടിച്ചുപറ്റി സ്വർണം ശേഖരിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ജർമ്മനി തങ്ങളുടെ സ്വർണം തിരിച്ചു ചോദിക്കുന്ന ഈ സാഹചര്യത്തിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ആ നീക്കങ്ങൾ നടത്തുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.